ഷൂ വാങ്ങിട്ട് വരാം. ഷൂ തരാൻ പറ്റില്ല, നമുക്കല്ല. ലാസ്റ്റ് ആയിട്ട് ചോദിക്കാം, തരുമോ? ഹലോ, ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. അതിന് പോവാൻ നോക്കിയപ്പോ നമ്മളെ ഷൂ ഒന്നും കാണാനില്ല. അപ്പൊ നിയാസിനോട് നമ്മൾ ചോദിച്ചോന്റെ ഷൂ ഒന്ന് കടം തരുമോന്ന്. ഓ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു തരൂലെന്ന്. എന്നാ പിന്നെ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി നമ്മൾ പുതിയ ഷൂ വാങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ടൗണിൽ പോയിട്ട് നല്ലൊരു ഷൂ തന്നെ വാങ്ങി. ഒന്നും നോക്കില്ല, കല്യാണം ഉണ്ട്, ഉസാറാവട്ടെ. പിന്നെ നമ്മൾ മാറ്റി ഒരുങ്ങിയിട്ട് നേരെ കല്യാണത്തിനായിട്ട് പോയി. അവിടെ പിന്നെ കുറെ ഐറ്റം ഫുഡ് ഉണ്ടായതുകൊണ്ട് തന്നെ പള്ള നിറച്ചു. അപ്പോഴാണ് നമ്മൾ പാറി പറന്ന് നടക്കുന്ന കുഞ്ഞുട്ടിനെ നമ്മൾ കണ്ടത്. ഇനി എനിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എല്ലാവരും നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റും ഇൻസ്റ്റയിലും യൂട്യൂബിലും വായിക്കും. അപ്പൊ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവലൊക്കെ തീറ്റ കണ്ടോ? ഇവലെ തീറ്റ കണ്ടാലും അറിയാം ഇവലൊക്കെ രാവിലെ മുതൽ ഇന്ന് പട്ടിണിയാണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ പുറത്ത് നല്ല ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോകും. അപ്പൊ നമ്മളെ നാട്ടിലത്തെ കുറെ കുട്ടികൾ നമ്മളത്ത് കണ്ട് വന്നു. നമ്മളെയും കൂടി ഒന്ന് ഫേമസ് ആക്കി തരും, നിങ്ങളെ വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാണ്. എന്നാ പിന്നെ അതിനൊരു കുറവും വരുത്താതെ എല്ലാരും വീഡിയോയിൽ നേരെ ഉൾപ്പെടുത്തി ഓൽക്കാണ്ട് സന്തോഷമാവട്ടെ. അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ വോളിബോൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ അത് കളിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലെത്തിയപ്പോ എല്ലാവരും ലേറ്റ് കിട്ടുന്ന തിരക്കിലാണ്. ഇത് നമ്മളെ മുത്തപ്പ. ഇവനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കുറെ പറയുന്നു. എന്നാണ് എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടും. അങ്ങനെ നമ്മൾ വോളിബോൾ കളി നടത്തി. ഇനി എന്തായാലും ഞാൻ പോയി കളിച്ചിട്ട് അങ്ങനെ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് ഒരു ചായ കുടിച്ചാൻ പോയി. അങ്ങനെ അവിടുന്ന് ഒരു ചായയും കുടിച്ച് നമ്മൾ തിരിച്ചു പോന്നു. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി പിന്നെ